ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിതുപോലെ ലൈവിൽ ഇങ്ങനെ കണ്ടുമുട്ടുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞൊരു വിഷയമാണ്. ഇസ്ലാം ജനാധിപത്യവും മതേതരത്വവും എന്നതാണ് വിഷയം, അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യാവകാശവും മതേതരത്വവും എന്നതാണ് വിഷയം. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ആദ്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് യൂട്യൂബിൽ ഞാനൊരു പ്രസംഗം കേൾക്കാനിടയായി. ഇസ്ലാമും മനുഷ്യാവകാശവും എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ തലക്കെട്ട്. അതിലിങ്ങനെ ഉടനീളം ലോകത്ത് മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്ന രാജ്യങ്ങൾ അധികവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നതാണ് ആ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അയ്യോ, അങ്ങനെയാണോ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്നത്? സത്യത്തിൽ ലോകത്ത് മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്തത്, മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് പ്രവാചകനല്ലേ, വിശുദ്ധ ഖുർആനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ അനുയായികൾ ആ ഗ്രന്ഥം അനുസരിച്ച് നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന വലിയ ഒരു ആശങ്കയുടെ മുൻപിൽ നിന്നാണ് പഠനം ആരംഭിച്ചത്. പഠനം ആരംഭിച്ച് നോക്കിയപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ 10 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. UDHR, യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. 30 സുവർണ നിയമങ്ങളടങ്ങുന്ന ഒരു വലിയ പ്രഖ്യാപനമാണത്. ആ പ്രഖ്യാപനം അതനുസരിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ റാങ്കിങ്ങും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റാങ്ക് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. പക്ഷേ ആ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം ധ്വംസിക്കപ്പെടുന്നത് ഇസ്ലാമിക രാജ്യത്താണ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ പഠനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഇനി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവനും മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാധു അല്ല എന്ന കാര്യം ബോധ്യമുണ്ട്. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും മനുഷ്യാവകാശത്തെ സംരക്ഷിക്കണമെന്നോടത്താനുള്ളതല്ലോ. അങ്ങനെ ആരംഭിച്ച സമയത്ത് ചില വളരെ പ്രധാനപ്പെട്ട 30 പോയിന്റുകളിലെ ഏറ്റവും കാച്ചിക്കുറുക്കിയ ചില പോയിന്റുകൾ ഞാൻ സെലക്ട് ചെയ്തു. എന്തുകൊണ്ടാണ്, ഇനിയാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി എല്ലാവരും വളരെ ഉഷാറായിട്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, പരസ്യമായി ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല, പകരം ഞങ്ങൾ മറ്റൊരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തെയാണ് അംഗീകരിക്കുന്നത് എന്ന അർത്ഥത്തിൽ 1990 കെയ്റോ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾക്ക് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്, ഇത് ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് പകരം ഞങ്ങൾ ഈ കെയ്റോ ഡിക്ലറേഷനാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കെയ്റോ ഡിക്ലറേഷനിലുള്ളതും മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഇല്ലാത്തതുമായ ചില കാര്യങ്ങളാണ് ഇസ്ലാമിക രാജ്യത്ത് മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽപ്പെട്ട ഏകദേശം 6 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 6 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എണ്ണിയ 30 സുവർണ നിയമങ്ങളിൽ ഏകദേശം 10 ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 6 പോയിന്റാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്നാമത്തേത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ തുല്യതയില്ല എന്നതാണ് വാദം. ലോകത്ത് ഒരു രാജ്യത്തും തുല്യതയില്ല, പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ ആ തുല്യതയെ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് വ്യത്യാസമുള്ളത്. നോട്ട് ദ വെരി പോയിന്റ്. ലോകത്ത് നമ്മൾ ഏത് രാജ്യം പരിശോധിച്ച് നോക്കിയാലും അവിടെ ഈ പറഞ്ഞ സുവർണ നിയമങ്ങൾ പലതും അനുസരിക്കപ്പെടുന്നില്ല. പക്ഷേ അവർ അത് അനുസരിക്കണം എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇത് അനുസരിക്കേണ്ടതില്ല എന്ന് എഴുതി വെച്ചു. അതുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ ലംഘനം ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ ആ 6 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്ന്, തുല്യതയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യതയല്ല, പകരം നീതിയാണ് പ്രധാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തെല്ലാ രാജ്യത്തും അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. ഒരു കുട്ടിക്കുള്ള ശിക്ഷയല്ല ഒരു മുതിർന്ന ആൾക്കുള്ളത്. ഒരേ കുറ്റം ഒരു കുട്ടി ചെയ്താൽ, 18 വയസ്സിന് താഴെയുള്ള ഒരാൾ ചെയ്താൽ ജുവനൈൽ ഹോമിലാണ് കൊണ്ടാക്കുക, 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ ചെയ്താൽ ജയിലിലാണ് കൊണ്ടടക്കുക. അവിടെ വിവേചനമുണ്ട്, അവിടെ തുല്യതയില്ല. പക്ഷേ നീതി അതാണ്.
മനുഷ്യൻ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജനിച്ച ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അവരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ഇസ്ലാമിക രാജ്യത്ത് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബസ്സിൽ അംഗപരിമിതർക്ക് പ്രത്യേക സീറ്റ് ഉണ്ട്. അതെന്തുകൊണ്ട്? അതൊരു വിവേചനമാണോ? അത് തുല്യതയ്ക്ക് എതിരാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് നീതിയാണ്. സ്ത്രീകൾക്ക് റിസർവേഷൻസ് ഉണ്ട്, അത് തുല്യതയ്ക്ക് എതിരാണോ? സ്ത്രീകൾക്ക് സംവരണമുണ്ട്. സത്യത്തിൽ സംവരണം എന്നത് തന്നെ തുല്യതയ്ക്ക് ഘടകവിരുദ്ധമാണ്. പക്ഷേ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് സംവരണത്തെ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നു തുല്യതയല്ല വേണ്ടത്, നീതിയാണ് എന്ന്. ലോകരാജ്യങ്ങൾ ഇതേപോലെ സംവരണം നടപ്പിലാക്കുമ്പോഴും അവർ പറയുന്നു വാക്കുകൊണ്ട് നീതിയാണ് വേണ്ടത്. ഇതാണ് ഇസ്ലാമിക രാജ്യം ഈ റാങ്കിങ്ങിൽ അടിയിൽ വരാനുള്ള ഒന്നാമത്തെ പ്രധാന കാരണം. അവിടെ അവരും ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഇസ്ലാമിക രാജ്യത്ത് അമുസ്ലിങ്ങൾ ജിസിയ കൊടുക്കണം, മതനികുതി കൊടുക്കണം. മുസ്ലിങ്ങൾക്കാണെങ്കിൽ അതില്ല എന്നാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവായിട്ട് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, മുസ്ലിം ആണെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധമാണ്. ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിം സക്കാത്ത് കൊടുക്കണം, സ്വത്തിൻ്റെ 2.5%. ഇതേ 2.5%മാണ് ഒരു അമുസ്ലിം ജിസിയായി കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സമ്പത്തുള്ളവൻ്റെ അവന് കുറച്ച് കൂടുതൽ പെർസെൻറ്റേജ് കൊടുക്കും. അതൊക്കെ നമ്മൾ അനീതിയായിട്ട് കാണാൻ പറ്റില്ലല്ലോ, അത് തുല്യതയ്ക്ക് എതിരായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അതുപോലെ ഒരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിമിന് ഗവൺമെൻറ് ധാരാളം പ്രൊട്ടക്ഷൻ, സൈനിക ആനുകൂല്യങ്ങൾ, ഒരുപാട് സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായി അവൻ ഗവൺമെൻറ്റിന് നൽകുന്ന ടാക്സാണ് ജിസിയ. അത് കേവലം മതനികുതി എന്ന അർത്ഥത്തിൽ ഒരു വിവേചനത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്നിടത്താണ് പ്രശ്നമുള്ളത് എന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ ഞാൻ പറയുന്നത്. നമ്മൾ അവിടേക്ക് വീണ്ടും വരും. രണ്ടാമത്തേത്, ഇസ്ലാമിക രാജ്യത്ത് ശിക്ഷാരീതികൾ ക്രൂരമാണ്, ശിക്ഷ പരസ്യമായി ചെയ്യുകയാണ്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തൂങ്ങിയാടുന്ന ആളുകളെ കാണേണ്ട അവസ്ഥ വരും എന്നൊക്കെയാണ് ഇവരിങ്ങനെ വർണ്ണിച്ച് പറയുന്നത്. എന്താണ് ഇസ്ലാമിക രാജ്യത്തെ ശിക്ഷാരീതിയുടെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുക? സത്യത്തിൽ ക്രൂരം എന്ന് അല്പം ക്രൂരത ഉള്ള ശിക്ഷാരീതികൾ തന്നെയാണ് ഇസ്ലാമിക രാജ്യത്തുള്ളത്. അതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്? ഇരയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ശിക്ഷാരീതികൾ അല്പം ക്രൂരമാകുന്നത്. ഒരാൾ മറ്റൊരാളെ കൊല ചെയ്തു, അയാൾക്ക് കേവലം ഒരു 2 വർഷത്തെ തടവ് മാത്രമേ അനുവദിക്കുന്നുള്ളൂ എങ്കിൽ, എൻ്റെ പിതാവാണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്യും. കാരണം എൻ്റെ പിതാവിൻ്റെ ഘാതകൻ അർഹിക്കുന്ന ശിക്ഷ നൽകാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നിയമം കയ്യിലെടുക്കാൻ പൗരന്മാർക്ക് അതൊരു വലിയ പ്രചോദനമാകും. അതുകൊണ്ടാണ് ക്രൂരമായ അർഹിക്കുന്ന ശിക്ഷാരീതികൾ ഇസ്ലാമിക ലോകത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു കാര്യം. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് പാഠമാകണം. നമ്മൾ ഗോവിന്ദചാമിയുടെ കഥ ഇന്നും പറയുന്നുണ്ട്. ഡൽഹിയിലെ ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളുകളെ തൂക്കിലേറ്റി മാസങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇത്ര വർഷം അത് നീണ്ടു നിന്നു എന്നതുകൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പിലാക്കിയാൽ ഇതേ തെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ അത് ഭയപ്പിക്കുകയും അവർ പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പാഠമാകുക എന്നതുകൂടി ഇസ്ലാമിക ശിക്ഷാ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോഴാണ് എല്ലാവരും പറയും, അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യത്ത് ക്രൈം റേറ്റ് കുറയണ്ടേ? മറ്റുള്ളവരൊക്കെ ഭയന്ന് ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ക്രൈം റേറ്റ് കുറയണ്ടേ? ന്യായമായൊരു ചോദ്യമാണ്. പരിശോധിച്ച് നോക്കാം. 2019 ഇൻ്റർനാഷണൽ ക്രൈം റേറ്റ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ കുറ്റം കുറവുള്ള രാജ്യം ഖത്തറാണ്. 129 സ്ഥാനത്ത്. 129 രാജ്യങ്ങളുടെ പട്ടികയാണ്. 127 സ്ഥാനത്ത് UAE ആണ്. 123 ഒമാനാണ്. 111 സൗദി, 82 തുർക്കി, ലബനാൻ 67, പലസ്തീൻ 66, പാകിസ്ഥാൻ 63, ഇന്തോനേഷ്യ 56, ഈജിപ്ത് 53, അങ്ങനെ തുടങ്ങി അവസാനം സിറിയ 12, അഫ്ഗാൻ 4. ഈ അഫ്ഗാൻ മാത്രമാണ് മുൻപിലുള്ളത്, മറ്റെല്ലാം അമുസ്ലിം രാഷ്ട്രങ്ങളാണ്. പക്ഷെ പറയുന്നത് ഇസ്ലാമിക രാജ്യത്ത് ക്രൈം റേറ്റ് കൂടുതലാണ് എന്നാണ്. ഇനി ഇത്ര പോലും ക്രൈം റേറ്റ് ഇസ്ലാമിക രാജ്യത്ത് സത്യത്തിൽ വരില്ല. പക്ഷെ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റു പല രാജ്യങ്ങളും കുറ്റമല്ല എന്ന് കാണുന്ന പലതും ഇസ്ലാമിക രാജ്യത്ത് തെറ്റായിട്ടാണ് കാണുന്നത്. ഉദാഹരണം, വ്യഭിചാരം. ഇപ്പോൾ ഇന്ത്യയിൽ പോലും പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ അത് കുറ്റകരമല്ല, ഒഫൻസീവ് അല്ല. പക്ഷേ ഇസ്ലാമിക രാജ്യത്ത് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിലും വ്യഭിചാരം തെറ്റാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് വ്യഭിചാര ആരോപണമാണ്. ഒരു സത്യസന്ധനായ സച്ചരിതനായ ഒരാൾക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തിയ ആൾ 80 അടി അടിക്കപ്പെടണം. നമുക്കറിയാം, ഇന്ന് വ്യഭിചാര ആരോപണത്തിൻ്റെ പേരിലാണ്, ലൈംഗിക ആരോപണത്തിൻ്റെ പേരിലാണ് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇല്ലാത്ത ആരോപണത്തിൻ്റെ പാപഭാരം പേര് സമൂഹത്തിൽ അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ആർക്കെതിരെയെങ്കിലും വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ അത് കുറ്റകരമായ ഒരു ശിക്ഷയാണ്. ഇന്ന് നമുക്ക് പരാതിപ്പെടാം, മാനനഷ്ടത്തിന് വിധി ഉണ്ടാവുമോ? നമുക്ക് സൈബർ പോലീസിന് കേസ് കൊടുക്കാം, പക്ഷേ അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? അവിടെയാണ് ഇസ്ലാം അതൊരു ഒഫൻസീവായ കുറ്റമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം. ഇനി ഇസ്ലാമിക രാജ്യത്ത് നിലനിൽക്കുന്ന ശിക്ഷാ രീതികളൊന്ന് പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പകരം കൊല ചെയ്യുക എന്നതാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്താണ് അതിൻ്റെ സാങ്കത്യം എന്നുള്ളത്. സത്യത്തിൽ ഇസ്ലാമിക ഗവൺമെൻറ്റിന് കൊലപാതകയെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. പിന്നെ ആർക്കാണ് അധികാരം? കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനാണ്. കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം പറയുകയാണ്, എൻ്റെ പിതാവിനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നയാളെ കൊന്ന ആൾക്ക് പകരം കൊലക്കുറ്റം നൽകണമെന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന ജോലി മാത്രമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. ഈ വീട്ടുകാർ പറയുകയാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊല്ലേണ്ടതില്ല, പകരം എന്ത് ചെയ്താൽ മതി, നഷ്ടപരിഹാരം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരിക്കലും പറയില്ല, അത് പറ്റില്ല, ഇയാളെ കൊല്ലണമെന്ന് പറയില്ല. നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഗവൺമെൻറ് പറയുക. അപ്പോൾ കുടുംബത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്ന ജോലി മാത്രമാണ് അവിടെ ഗവൺമെൻറ്റിനുള്ളത്. ഒന്നാമത്തെ കാര്യം. 2, വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്. വിവാഹം കഴിഞ്ഞ ആളുകൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിക ലോകത്തെ ശിക്ഷ. വളരെ ക്രൂരമായ ശിക്ഷ അല്ലേ? എന്നാൽ എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുക? ഇപ്പോൾ ഒരാൾ ആരോപിക്കുകയാണ്, ഇന്ന 2 പേർ തമ്മിൽ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കോടതി ഇയാളെ വിളിപ്പിക്കും. നീ എന്താണ് കണ്ടത്? പച്ചയിൽ എന്താണോ വ്യഭിചാരം എന്ന ലൈംഗിക അവയവങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത് ഇയാൾ കാണണം. ഇയാൾ മാത്രം കണ്ടാൽ പോരാ, 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയണം. അങ്ങനെ 4 സാക്ഷികൾ, ഇത് കണ്ട സാക്ഷികളെ, സാക്ഷിക്ക് അർഹതയുള്ള യോഗ്യതയുള്ള ആളുകളെ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഓരോരുത്തർക്കും 80 അടി വീതം കൊടുക്കും. സത്യത്തിൽ അവിടെ ആ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും. ഇനി 4 പേരെ പരസ്യമായി കാണിച്ചിട്ടാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടത് തന്നെയല്ലേ? എന്നാൽ ഇസ്ലാമിക ലോകത്ത് ആരോപണം ഉന്നയിക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവമായ ശിക്ഷ ഏർപ്പെടുത്തിയത്? അത് ഗൗരവകരമായ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സത്യത്തിൽ കണ്ടു എന്ന് വിചാരിക്കുക, കണ്ടാൽ പോലും സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടാലേ അയാൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള അർഹതയുള്ളൂ. സ്വന്തം മകളോ സഹോദരിയോ പോലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും അയാൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള അർഹതയില്ല. 4 സാക്ഷികൾ വേണം. ഇയാളിത് ഉള്ളിൽ ഒതുക്കണം. ഇതിൻ്റെ അർത്ഥം ഈ ചർച്ച സമൂഹത്തിൽ ഉണ്ടാകരുത്. ഇന്ന് ലോകത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന വാർത്ത ഒരു പിതാവും ഒരു മകളും ഒരുമിച്ചിരുന്ന് ന്യൂസ് ചാനലിൽ കേൾക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലിനെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതാണ് പല കുറ്റകൃത്യങ്ങളും ഇത് യൂഷ്വലാണല്ലോ, ഇത് സ്വാഭാവികമാണല്ലോ എന്ന അർത്ഥത്തിൽ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നതിന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെയാണ് വ്യഭിചാരം ആരോപിച്ചാൽ 80 അടി അടിക്കണമെന്ന് പറയുന്നത്. ഇനി കല്യാണം കഴിയാത്ത ഒരാളാണോ വ്യഭിചരിക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ കുറ്റം തെളിയിക്കപ്പെട്ടാലാണ് അയാൾക്ക് 100 അടി കിട്ടുക. അപ്പോൾ ഈ ശിക്ഷയുടെ ക്രൂരത മാത്രം പറയാതെ അത് എത്ര പേർക്ക് നടപ്പിലാക്കുന്നുണ്ട്, എന്താണ് ആ ശിക്ഷ ക്രൂരമാക്കുന്നതിൻ്റെ താല്പര്യം എന്ന് പഠിക്കാതെ വിമർശിക്കുമ്പോഴാണ് ഇത്തരം വീഡിയോ എന്നെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യേണ്ടി വരുന്നത്. മോഷ്ടിച്ചവൻ്റെ കൈവെട്ടണം. ക്രൂരമായ നിയമം. അബദ്ധത്തിൽ വിശന്നതിൻ്റെ പേരിൽ, മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരുത്തൻ്റെ കൈവെട്ടുക എത്ര ക്രൂരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 2ാമത്തെ ഖലീഫ് ഭരിക്കുന്ന സമയത്ത് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് തെളിവോടെ ഹാജരാക്കപ്പെട്ട സമയത്ത് ഖലീഫ അയാളോട് ചോദിച്ചു, നീ എന്തിനാ മോഷ്ടിച്ചത്? വിശന്നിട്ടാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ഉത്തരവാദി ഗവർണറാണ്. തൻ്റെ ഭരണീയൻ വിശന്നതിൻ്റെ പേരിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഭരണകർത്താവാണ് എന്ന അർത്ഥത്തിൽ അയാളെ വെറുതെ വിടുകയാണ് ഖലീഫ ചെയ്തത്. വിശന്നതിൻ്റെ പേരിൽ മോഷ്ടിച്ചാൽ പോലും കൈവെട്ടുന്ന കുറ്റമില്ല എന്ന അർത്ഥത്തിലുള്ള ശരീഅത്താണ് ഇസ്ലാമിൻ്റേത്. ഞാൻ വേഗം അടുത്ത പോയിന്റിലേക്ക്. ഇനി വ്യഭിചാരത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റസമ്മതം പ്രതികൾ നടത്തിയതിൻ്റെ പേരിൽ. എങ്ങനെയാണ് കൊലക്കുറ്റം എറിഞ്ഞു കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും ആളുകൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? അതാണ് പരലോക വിശ്വാസം. ഈ ഭൂമിയിൽ തൻ്റെ ശിക്ഷ അനുഭവിക്കപ്പെട്ടു കഴിഞ്ഞാൽ പരലോകത്ത് അതിന് ശിക്ഷയുണ്ടാകില്ല എന്ന വിശ്വാസപ്രകാരം അവരുടെ തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായി സ്വയം കുറ്റം ഏൽക്കുകയായിരുന്നു. ഒരു സ്ത്രീ വ്യഭിചാരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുത്ത് വന്ന്, പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 1696 ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, നീ പോയിക്കോ, വിട്ടയച്ചു, നീ പറയല്ലേ എന്നെ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വീണ്ടും ആ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ പ്രസവിച്ചിട്ട് വാ, ആ കുഞ്ഞിന് ജന്മം കൊടുക്ക്, ആ കുഞ്ഞ് ജനിക്കട്ടെ, പിറക്കാൻ ആ കുഞ്ഞിന് അവകാശമുണ്ട്. അപ്പോൾ കൈക്കുഞ്ഞായിട്ട് വന്നു, 2 വർഷം നീ പോയി കുഞ്ഞിന് പാല് വിട്ട് കുഞ്ഞിനെ വളർത്ത്, എന്നിട്ട് വാ.
പ്രവാചകന്റെ ഉദ്ദേശം ആ പെൺകുട്ടി വരാതിരുന്നെങ്കിലോ എന്നാണ്. പക്ഷെ വീണ്ടും ആ പെൺകുട്ടി വന്നു, എനിക്ക് ശിക്ഷ വേണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കിയത്. പ്രവാചകന്റെ ഒരു സഹാബി വ്യഭിചരിച്ചതിൻ്റെ പേരിൽ പ്രവാചകനോട് ശിക്ഷ ചോദിച്ചു വന്നു. ഇതേപോലെ പ്രവാചകൻ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും പക്ഷേ അയാൾ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഞാൻ ആ പേരിവിടെ പറയുന്നില്ല, കാരണം പലർക്കും വ്യഭിചരിച്ച സഹാബിയോ എന്നർത്ഥത്തിൽ ഒരു നീരസം തോന്നിയേക്കാം. പക്ഷേ ആ കുറ്റം ഏറ്റുവാങ്ങിയ സഹാബിയെ പ്രവാചകനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ആ സഹാബിയുടെ പശ്ചാത്താപത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അതിനെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചു കൊടുത്തത്. ഇനി മറ്റൊരു ആരോപണം, മൂന്നാമത്തെ പോയിന്റ്, ഒരു രാജ്യത്ത് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ പ്രകാരം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പരിശുദ്ധ ഹറം മക്കയിലെ ഒരു നിശ്ചിത ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. അമ്പലത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താ, അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. വിശപ്പുള്ളവനാണ് എവിടേക്ക് പോകേണ്ടത്? ഹോട്ടലിലേക്ക് പോവേണ്ടത്. വിശപ്പില്ലാത്തവൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആരാധന നിർവഹിക്കേണ്ടവനാണ് ആരാധനാലയത്തിൽ പോവേണ്ടത്. ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കേണ്ടവനാണ് പോകേണ്ടത്. എന്നാൽ പോലും പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഹറമിൽ എന്തുകൊണ്ട് പ്രവേശനമില്ല എന്നതിൻ്റെ അർത്ഥം, പരിശുദ്ധ ഹറം എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും പുണ്യഭൂമിയാണ്. അവിടെ ഒരുപാട് നിയമങ്ങൾ പാലിപ്പിക്കപ്പെടണം. അവിടെ മോഷണത്തിന് പ്രത്യേക നിയമമാണ്, കളഞ്ഞുപോയ സ്വത്ത് തിരയുന്നതിന് പ്രത്യേക നിയമമാണ്, വേട്ടയാടാൻ പാടില്ല തുടങ്ങി ധാരാളം നിയമങ്ങൾ അവിടെ പാലിക്കപ്പെടണം, നിർബന്ധമാണ്. ഒരു അമുസ്ലിം അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ നിയമം പാലിക്കാൻ നമ്മൾ അയാളെ നിർബന്ധിക്കുകയല്ലേ? മദ്യം കുടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ മദ്യപിക്കരുത് എന്ന് നിർബന്ധിക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വിശ്വാസപ്രകാരം അയാൾക്ക് ബാധ്യതയല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മളയാൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദീനിൽ ബലപ്രയോഗമില്ല. അതുകൊണ്ട് ആ ഭൂമിയിൽ ഇന്ന കാര്യങ്ങൾ നടത്താൻ പാടില്ല. പക്ഷെ ഇയാളാണെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കാത്ത ആളാണ് എങ്കിൽ അയാൾ അവിടേക്ക് വരാതിരിക്കട്ടെ എന്ന ഒരു യുക്തി കൂടിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇനി മറ്റൊരു ആരോപണം, ഇസ്ലാമിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ പ്രകാരം ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വിവാഹം വാലിഡ് അല്ല, വോയിഡാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെയല്ലേ? ഒരു മതത്തിൽ ജീവിച്ച ആൾ തൻ്റെ മകളോ മകനോ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം ചെയ്യുന്നതിനോട് അനിഷ്ടമുണ്ട്. അത് മതത്തിനോടുള്ള ദേഷ്യമല്ല, അത് എന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യമാകുമ്പോൾ അതിന് പ്രത്യേക നിയമം ഉണ്ടാകും. മറ്റുള്ളവർ വിവാഹം ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം, ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ അവസാനം പറയുന്നത് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്ന രീതിയിലാകരുത്. അപ്പം മറ്റുള്ളവരുടെ അവകാശത്തെ കൂടി പരിഗണിക്കുന്നു എന്നത് തന്നെയാണ് മിശ്രവിവാഹത്തെ അംഗീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം. ഇനി മറ്റൊന്ന്, ശൈശവ വിവാഹവും ഇസ്ലാമിലുണ്ട് എന്നതാണ്. തീർച്ചയായിട്ടും തെറ്റായ ഒരു വാദമാണ്. നമ്മൾ പലപ്പോഴായിട്ട് മറുപടി പറഞ്ഞതാണ്. ഇസ്ലാമിൽ വിവാഹത്തിന് പ്രായമില്ല എന്നത് സത്യമാണ്. അതിൻ്റെ അർത്ഥം ശൈശവ വിവാഹം ഉണ്ട് എന്നാണോ? ഇസ്ലാമിൽ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നതിന് പ്രായം നിശ്ചയിക്കാത്തത് പ്രായം കാലാതിവർത്തിയായി കാലത്തിനനുസരിച്ച് മാറും, ദേശങ്ങൾക്കനുസരിച്ച് മാറും എന്നുള്ളത് കൊണ്ടാണ്. പകരം അവിടെ പക്വത മാനദണ്ഡമാക്കി. എൻ്റെ മകനോ മകൾക്കോ വിവാഹത്തിന് പ്രായമായി എന്ന് മാതാപിതാക്കൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ഒരുമിച്ച് ജീവിക്കുന്നത് പ്രായപൂർത്തിയായതിൻ്റെ ശേഷമാകണം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായി പിറ്റേ ദിവസം ജീവിതം ആരംഭിക്കണം എന്നാണോ? രക്ഷിതാക്കളാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അവർക്കറിയാലോ എൻ്റെ മകൾ എപ്പോഴാണ് ഒരു വിവാഹത്തിന് എലിജിബിൾ ആവുന്നത് എന്ന്. പ്രായപൂർത്തി എന്നതൊരു കണ്ടീഷനാണ്. പ്രായപൂർത്തി ആവുന്നതിൻ്റെ മുൻപുള്ള വിവാഹങ്ങൾ ഒരു കാര്യത്തിലും വാലിഡ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത്രേ ഉള്ളൂ. പിന്നെ കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്വതയെ എങ്ങനെ അളക്കാൻ കഴിയുക? അത് അനുഭവിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ നിയമത്തിൽ എഴുതുന്ന സമയത്ത് പ്രായപൂർത്തി എന്ന് എഴുതാൻ പറ്റുള്ളൂ. യൂഷ്വൽ പ്രായപൂർത്തി ആവാത്ത വിവാഹങ്ങൾ, ഒരുമിച്ച് ജീവിക്കലുകൾ ഇസ്ലാമിക പ്രകാരം കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ശൈശവ വിവാഹം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. 2, വിവാഹത്തിന് പെൺകുട്ടിയുടെ സമ്മതം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, കന്യകയല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സമ്മതം നിർബന്ധമാണ്. അവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. അവരുടെ സമ്മതം മേടിക്കൽ അത്യാവശ്യമാണ്. എന്നാൽ ആദ്യത്തെ വിവാഹമാണ്, കന്യകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ രക്ഷിതാവിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴും ഇവളുടെ അനുവാദം മേടിക്കൽ സുന്നത്താണ്. ഇവിടെ അനുവാദം മേടിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇനി പെൺകുട്ടി മൗനമായിട്ടാണ് സമ്മതിച്ചതെങ്കിൽ, ഒരു പുഞ്ചിരിയിലാണ് സമ്മതിച്ചതെങ്കിൽ അതൊക്കെ അനുവാദമായിട്ട് കണക്കാക്കാനുള്ള അധികാരം രക്ഷിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ പരിചയ സമ്പത്തും അനുഭവ സമ്പത്തും തങ്ങളുടെ മക്കളുടെ ഭാവി ഏറ്റവും കൂടുതൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കളാണ് എന്നതുകൊണ്ട് തന്നെ അതിനുള്ള അധികാരം രക്ഷിതാക്കൾക്ക് കൊടുത്തതാണ്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല, ഭരണത്തിൽ പങ്കാളിയാകാൻ അവകാശമില്ല എന്നുള്ളതാണ്.
ഇസ്ലാമിക ലോകം പരിശോധിച്ച് നോക്കിയാൽ ജോർദാനിൽ ക്രൈസ്തവ വിഭാഗക്കാർക്ക് പ്രത്യേകം പാർലമെന്റ് റിസർവേഷൻ ഉണ്ട്. കാരണം ആ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭരണത്തിൽ വരണമെന്നുള്ളതുകൊണ്ട്. ബംഗ്ലാദേശ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 9.4% ആ മുസ്ലിം പോപ്പുലേഷൻ. അവിടെ 350 പേരടങ്ങുന്ന സഭയിൽ 20 റിസർവ്ഡ് ആണ്. 20 പേര് ആരാണ്? അമുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നിലനിൽക്കാത്ത വാദമാണ്. പിന്നെ സൗദി അറേബ്യ പോലെ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യത്ത് ഒരിക്കലും എങ്ങനെയാണ് മുസ്ലിമിന് ഭരണത്തിൽ ഏർപ്പെടാൻ പറ്റുക? അതൊരു മുസ്ലിമിന് പോലും പറ്റില്ല, ആ കുടുംബത്തിലുള്ളവർക്കല്ലേ പറ്റുള്ളൂ. ഇസ്ലാം ആണെങ്കിൽ രാജവാഴ്ചയെ, കുടുംബവാഴ്ചയെ എതിർത്ത മതമാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഉന്നയിച്ച ആദ്യത്തെ പോയിന്റുകൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അപ്പോൾ ഇതുവരെ കേട്ട് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. കാരണം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. വിശ്വാസ സ്വാതന്ത്ര്യം ഇസ്ലാമിക രാജ്യത്ത് ഇല്ല എന്നതാണ്. എന്നാൽ ഒരു മുസ്ലിം രാജ്യത്ത് എല്ലാ മതക്കാർക്കും അവരുടെ മതം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവർക്കിടയിൽ പ്രബോധന പ്രവർത്തനം നടത്താനും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വളരെ ചുരുക്കിയ ചില ഉദാഹരണം. മദീന കരാർ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ലൈവുകളിൽ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ക്രൈസ്തവ, ജൂത, അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരും മുസ്ലിങ്ങളും അടങ്ങുന്ന വലിയ ഒരു രാജ്യത്ത് എങ്ങനെ നിയമം ഉണ്ടാക്കണം എന്ന അർത്ഥത്തിൽ 47 വകുപ്പുള്ള ഒരു ഭരണഘടന പ്രവാചകൻ ഉണ്ടാക്കി. മദീന ചാർട്ടർ എന്ന പേരിൽ ഇന്നും അത് ലോകപ്രസിദ്ധമാണ്. എല്ലാ മതക്കാർക്കും ആരാധന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്. ഇനി പ്രവാചകന്റെ ശേഷം 12 വർഷം ഭരിച്ച രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീൻ അവിടുത്തെ താക്കോൽ ഉമർ എന്നവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടുത്തെ പാത്രിയാർക്കീസ്മാർ നിങ്ങൾ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ്. ആ സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഖലീഫ അവതരിപ്പിച്ച ഒരു കരാറുണ്ട്. ഇന്നും സുവർണ ലിപികളിൽ ചരിത്രം കൊത്തിവെച്ചിട്ടുള്ള അൽ അഹദത്തുൽ ഉമരിയ, ഉമർ തങ്ങളുടെ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിലിങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ മതചിഹ്നങ്ങൾ, ആരാധനാലയങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് എല്ലാം ഈ ഇസ്ലാമിക രാജ്യത്ത് സംരക്ഷിക്കപ്പെടും. നിങ്ങൾ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുകയില്ല. നിങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് വേണ്ട സുരക്ഷ ഇവിടെ ഗവൺമെൻറ് നൽകുന്നുണ്ട് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇങ്ങനെയാണ്: കരാർ പാലിച്ച് ജീവിക്കുന്ന ദിമ്മിയായ കാഫിർ എന്ന് പറയുമ്പോൾ അമുസ്ലിമാണ്, പക്ഷേ ഇസ്ലാമിക രാജ്യത്തിനോട് ശത്രുതയില്ലാതെ കരാർ അനുസരിച്ച് ജീവിക്കുന്ന സമാധാന വിശ്വാസികൾ. അത്തരം ആളുകൾപ്പെട്ട ഒരാളെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഒരു പണ്ഡിതൻ്റെ അഭിപ്രായം ഇങ്ങനെയുണ്ട്. ഞാനത് യൂട്യൂബിലിടുമ്പോൾ അതിൻ്റെ ഒക്കെ കറക്റ്റ് പ്രൂഫ് ഇടുന്നുണ്ട്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് റെഫറൻസ് ഇല്ലാതെയാണ് ഇവൻ സംസാരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഇതിൻ്റെ കംപ്ലീറ്റ് റെഫറൻസ് നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്: ശത്രുരാജ്യം ഒരു ദിമ്മി എന്ന് പറയുമ്പോൾ ഒരു അമുസ്ലിമിനെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ നൽകുക. നോക്കൂ, വാട്ട് ഹാർമണി! ഇസ്ലാമിക രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദം എത്രമേൽ അപാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് വിവിധ പ്രവിശ്യകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സംഘങ്ങളോട് നിരന്തരം ചോദിക്കുമായിരുന്നു: അവിടെ ഇത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ അവസ്ഥ എന്താ? അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? അവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? ഭയത്തോടെ, സൂക്ഷ്മതയോടെ അന്വേഷിച്ചറിയുമായിരുന്നു ഖലീഫ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് താരിഖ് തൊബരിയിലെ 4-ാം അധ്യായത്തിൽ 218-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസപ്രകാരം മദ്യം കഴിക്കലും സൂക്ഷിക്കലും കച്ചവടം ചെയ്യലും വിലക്കപ്പെട്ടതാണ്. പന്നിമാംസം കഴിക്കലും സൂക്ഷിക്കലും കച്ചവടം ചെയ്യലും വിലക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു അമുസ്ലിം മദ്യവും പന്നിമാംസവും സ്വന്തം സ്വത്തായി സൂക്ഷിച്ചു വെക്കുകയും സൂക്ഷിച്ചു വെക്കാനുള്ള അവകാശം ഇസ്ലാമിക രാജ്യത്തുണ്ട്. ആരെങ്കിലും അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അതിനെ കേടാക്കി കഴിഞ്ഞാൽ അതിനു പകരം നഷ്ടപരിഹാരം നൽകണമെന്നതാണ് ഇസ്ലാമിക രാജ്യത്തെ വിധി. നോക്കൂ, ഇസ്ലാമിക വിശ്വാസപ്രകാരം അനുവദനീയമല്ലാത്ത ഒരു കാര്യം പോലും സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് അവകാശം കൊടുക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിലുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരു കഥ പറയട്ടെ. പ്രവാചകന്റെ കാലത്ത് നടന്നത് നമുക്കറിയാം. 13 വർഷം മക്കക്കാരോട് അള്ളാഹു ഏകദൈവമാണ് എന്ന് പറഞ്ഞ് അവർ നിഷേധിച്ചതിൻ്റെ നിരാശയിൽ ജീവിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. യമാമയുടെ ഭരണാധികാരിയായ സുമാമ ഇസ്ലാമികമായ ഏറ്റുമുട്ടലിൽ പിടിക്കപ്പെട്ടു. അയാൾ ബന്ദിയാണ്. പ്രവാചകൻ അയാളോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്ത് നിങ്ങളെ ചെയ്യണം? നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, വേണമെങ്കിൽ വെറുതെ വിടാം. അഹങ്കാരത്തിൻ്റെ മറുപടി അയാൾ പറഞ്ഞു. പക്ഷേ പ്രവാചകൻ 3 ദിവസം മാന്യമായി പെരുമാറാൻ സഹാബികളോട് പറഞ്ഞ് അയാളെ തടവിലിടുകയും 4-ാം ദിവസം മോചിപ്പിക്കുകയും ചെയ്തു. തിരിച്ചു പോകുന്ന യാത്രയിൽ അയാൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്: എന്തുകൊണ്ടാണ് എന്നെ പ്രവാചകൻ ശിക്ഷിക്കാതെ മോചിപ്പിച്ചത്? ആ യാത്രയിൽ അയാൾ ഇസ്ലാമിനോട് ആനുകൂല്യമുള്ളവനായി. ഈ സുമാമ ഭരിക്കുന്ന യമാമയിൽ നിന്നാണ് മക്കയിലേക്ക് ഗോതമ്പ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു: മക്കക്കാർ മുഴുവനും മുസ്ലിങ്ങളാകുന്നതുവരെ ഒരാൾക്ക് പോലും ഗോതമ്പ് അവിടേക്ക് ഒരു തരി പോലും ഞാൻ എത്തിക്കുകയില്ല. മക്കക്കാർ പ്രവാചകന് കത്തയച്ചു.
ഇങ്ങനെ സുമാമ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഗോതമ്പ് കിട്ടുന്നില്ല. പ്രവാചകൻ സുമാമയെ തിരുത്തി, സുമാമ ദീനിൽ ബലപ്രയോഗമില്ല, നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നിന്റെ വാദം പിൻവലിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. പ്രവാചകനൊന്ന് മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് ആ കാരണം കൊണ്ട് വരുമായിരുന്നു. പക്ഷേ നിർബന്ധമായി ഇസ്ലാമിലേക്ക് വന്നു എന്നതുകൊണ്ട് അത് യാതൊരു അർത്ഥവുമില്ല എന്ന അധ്യാപനം പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വേണ്ടി വെള്ളം അന്വേഷിച്ച് ഒരു വൃദ്ധയുടെ വീട്ടിലെത്തി. അവസാനം വൃദ്ധയോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകുന്നില്ലേ? വൃദ്ധ പറഞ്ഞു, എന്നെ നിർബന്ധിക്കരുത്, ഞാനൊരു വൃദ്ധയല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റി, ഞാൻ ഇവരെ നിർബന്ധിച്ചിട്ടില്ല, അതിന് നീ സാക്ഷിയാണ്. നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മതനിന്ദ അത് വളരെ കുറ്റകാരമായ കാര്യമല്ല ഇസ്ലാമിക രാജ്യത്ത്. ശരിയാണ്. എന്തുകൊണ്ട്? സൂറത്തുൽ അൻആം 108-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഒരുപാട് ദൈവങ്ങൾ ആളുകൾ ആരാധിക്കുന്നുണ്ടാകും, അവരെ, അവരുടെ മതത്തെയോ ദൈവങ്ങളെയോ പരിഹസിക്കരുതേ, കുറ്റം പറയരുതേ എന്ന് അള്ളാഹു വിലക്കുകയാണ്. മറ്റു മതങ്ങളെ നിന്ദിക്കരുത് എന്ന് ഖുർആനിൽ നിർബന്ധ കൽപ്പന പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിനെതിരെ നിന്ദയുമായി വരുന്ന ആളുകളെ ശിക്ഷിക്കുന്നത്. ഇതുപോലെ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നവർക്കും ഇസ്ലാമിക ലോകത്ത് ശിക്ഷയുണ്ട്. സർവ്വമത നിന്ദ ഇസ്ലാമിൽ കുറ്റകരമാണ് എന്നതാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. മതവിശ്വാസികളോട് ചോദിക്കണം, അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം, അതുമൂലമുണ്ടാകുന്ന വർഗീയമായ ചേരിതിരിവുകൾ, അവിടെയാണ് ഒരു മതത്തെയും നിന്ദിക്കരുതേ എന്ന ആശയം ഇസ്ലാം പറയുന്നത്. മതങ്ങളെ വിമർശിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമാണ് എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യത്ത് മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നുണ്ട് എന്ന് ആളുകൾ പറയുന്നത്. ഇനി വേറൊരു കാര്യം ഉന്നയിക്കാറുള്ളത്, ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഷിർക്ക് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളെ പരിഹസിക്കുകയല്ലേ? ഒരു മതത്തിന് അതിൻ്റെ ഐഡിയോളജി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈസാ നബി എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ മാത്രമാണ്. പക്ഷേ ഈസാ നബിയെ ദൈവമായിട്ട് ചിത്രീകരിക്കുകയും ദൈവം എന്ന പേരിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസികൾ, അവർ ഇസ്ലാം ഒരിക്കലും മതനിന്ദ കുറ്റം ചുമത്തുന്നില്ല. കാരണം അതവരുടെ വിശ്വാസമാണ്, അവർക്കത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലെല്ലാം മതനിന്ദ കുറ്റം ചുമത്തുന്നത് വിശ്വാസികളുടെ പരസ്പരമുള്ള പരിഹാസ്യ രൂപേണയുള്ള നിന്ദിക്കാൻ വേണ്ടിയുള്ള ആരോപണങ്ങൾക്ക് മാത്രമാണ് എന്ന് അടിവരയിടേണ്ടതുണ്ട്. ഇനി ഏറ്റവും സെൻസിറ്റീവായൊരു കാര്യം, ആളുകൾ ഉത്തരം പറയാൻ പോലും മടിക്കുന്ന ഒരു കാര്യം, മുർത്തദിനെ കൊല്ലുന്നതിൽ ഇസ്ലാമിൻ്റെ വിധി എന്താ എന്നുള്ളതാണ്. ഒരു മുർത്തദിനെയൊക്കെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? ഒരാൾക്ക് ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കേണ്ടതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹഫിൽ പറയുന്നുണ്ട്, ഫമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യക്ഫുർ. നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക ലോകത്തുണ്ടല്ലോ. ഒരിക്കലും ഒരു അമുസ്ലിം കൊല ചെയ്യപ്പെടുന്നില്ല മുസ്ലിം ആകാത്തതിൻ്റെ പേരിൽ. 1. 2, മുസ്ലിമായ ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അയാൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഇത് കേട്ട ആൾ മുഴുവൻ കേൾക്കേണ്ടതുണ്ട്. അതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കും. ഇതൊരു ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമമാണ്. ഒരിക്കലും ജനങ്ങൾക്ക് കയ്യിലെടുക്കാൻ കഴിയില്ല. പലരും ഉന്നയിക്കാറുള്ളത്, ചേകനൂർ മൗലവിയെ കൊന്നത്, പെരിന്തൽമണ്ണയിലെ രാമസിംഹനെ കൊന്നത്, കോയമ്പത്തൂരിൽ ഉക്കടം ബസ് സ്റ്റാൻഡിൽ ഫാറൂഖിനെ കൊന്നതൊക്കെ ഖുർആൻ്റെ ഈ പ്രചോദനമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് എന്നർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇസ്ലാം പറയുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിനാണ് അത് ചെയ്യാനുള്ള അധികാരമുള്ളത്, മറ്റാർക്കും അധികാരമില്ല. മറ്റാരെങ്കിലും ചെയ്താൽ കൊലക്കുറ്റത്തിന് അവൻ്റെ അള്ളാഹുവിൻ്റെ രേഖയിൽ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. എന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കൊല്ലുന്നത്? ഇസ്ലാമിൻ്റെ അധ്യാപനം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഷഹീദ് ഫൈസൽ കൊടിഞ്ഞിയിൽ കൊല ചെയ്യപ്പെട്ടതോ? അത് ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക്, അതിൽപ്പെട്ട വർഗീയ ചിന്തയുള്ള ആളുകൾക്ക്, എല്ലാ വിഭാഗത്തിലും, ഞാൻ നേരത്തെ ചേകനൂർ മൗലിയെ കൊന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന, രാമസിംഹനെ കൊന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനെ എതിർത്തിട്ടുള്ള സംഘടനയുടെ ഒരു വക്താവ് കൂടിയാണ് എന്നുള്ളത് ഞാനിവിടെ പരസ്യമാക്കാൻ അഭിമാനത്തോടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഷഹീദ് ഫൈസലിനെ കൊന്നത് ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അല്ല, അത് ഒരു വിഭാഗം വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ സങ്കുചിതമായ ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നജ്മൽ ബാബു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയിൽ എൻ്റെ ജനാസ, എൻ്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് വസിയത്ത് എഴുതി വെച്ച അദ്ദേഹത്തെ തൻ്റെ നിരീശ്വരവാദികളായ മക്കൾ പക്ഷെ അതിനനുവദിച്ചില്ല. ഹൈന്ദവ വിശ്വാസപ്രകാരമാണ് ദഹിപ്പിച്ചത്. അത് മനുഷ്യാവകാശ ലംഘനമല്ലേ? ഇത് ചെയ്തത് നിരീശ്വരവാദികളല്ലേ? ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരല്ല, അവർക്ക് ഏത് മതവും ഒരുപോലെയല്ലേ എന്ന ചോദ്യം, അതൊക്കെ എന്താണ്? ഇപ്പോൾ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സങ്കുചിതത്വം എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇസ്ലാമിൽ മുർത്തദിനെ കൊല്ലണം
നമുക്ക് പ്രവാചകന്റെ വചനങ്ങളും പ്രവാചക ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ഒന്ന് പറയാം. അതിൻ്റെ ശേഷം വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ എന്തു പറഞ്ഞു എന്ന് പറയാം. അതിൻ്റെ ശേഷം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വിധി എന്താണെന്ന് പറയാം. അതിൻ്റെ ശേഷം ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യവും പറയാം. ഇമാം നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത 3989 ഹദീസ്, ലാ യഹില്ലു ദമുംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഅഹദിൻ സലാസ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ രക്തം 3 കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അനുവദിക്കപ്പെടുന്നില്ല. ഒന്ന്, റജുലുൻ സനാ ബഅദ ഇഹ്സാനിഹി ഫഅലൈഹി റജ്മു. ഒരാൾ വ്യഭിചരിച്ചാൽ, വിവാഹശേഷം വ്യഭിചരിച്ചാൽ അയാൾ എറിഞ്ഞു കൊല്ലുക. 2, ഔ ഖത്തല അമദൻ ഫഅലൈഹിൽ ഖൗദു. ഒരാളൊരു മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ അതിന് പകരമായിട്ട് അയാൾ ശിക്ഷിക്കപ്പെടാം. ഔ അവിർത്തദ്ദ ഇസ്ലാമിഹി ഫഅലൈഹിൽ ഖത്ലു. ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ അവൻ കൊല ചെയ്യപ്പെടാം. ഇതാണ് ഒരു ഹദീസ്. സത്യമാണ്, നമ്മൾ മറച്ചു വെക്കുന്നില്ല. 2ാമത്തെ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 6411 ഹദീസ്, റജുൽ മൻ ബദ്ദല ദീനഹു ഫഖ്തുലു. ആരെങ്കിലും തൻ്റെ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലുക. ഇതാണ് 2 ഹദീസുകളുള്ളത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് നേരെ മനസ്സിലാവും ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നുള്ളത്. ഇനി ഞാൻ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഓതിത്തരാം. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യർദൂകും അൻ ദീനികും ഇൻ ഇസ്തതഉ വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുതു വഹുവ കാഫിറുൻ ഫഉലൈക ഹബിത അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ. സൂറത്തുൽ ബഖറ 217 ആയത്ത്. എന്താണ് അല്ലാഹു പറയുന്നത്? ആരെങ്കിലും അവൻ്റെ മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ? ഫയമുതു വഹുവ കാഫിറുൻ. അവൻ അവിശ്വാസിയായി മരിക്കും. അതിനിപ്പോൾ എന്താ, അങ്ങനെ തന്നെയല്ലേ? മതം ഉപേക്ഷിച്ച ഒരാൾ വിശ്വാസിയായിട്ടല്ലല്ലോ മരിക്കുക. ഫൗലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ. ഇരുലോകത്തും അവൻ്റെ കർമ്മങ്ങൾ പരാജയപ്പെടുമെന്നാണ് അല്ലാഹു പറയുന്നത്. പരലോകത്ത് ശിക്ഷയുണ്ട് എന്നാണ് ഖുർആനിൽ പറയുന്നത്. മറ്റൊരായത്ത് സൂറത്ത് നിസാ 137. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ 256 പറയുന്നുണ്ടല്ലോ, ലാ ഇക്രാഹ ഫിദ്ദീൻ. മതത്തിൽ കമ്പൽഷൻ ഇല്ല. ദർ ഇസ് നോ കമ്പൽഷൻ ഇൻ റിലീജിയൻ. മതത്തിൽ ഒന്നുമില്ല, നിർബന്ധിക്കലില്ല. സൂറത്ത് നിസാ 137. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ ഇസ്ദാദു കുഫ്റൻ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിഹിം സബീല. ആരെങ്കിലും വിശ്വസിക്കുകയും പിന്നെ നിഷേധിക്കുക, പിന്നെ വിശ്വസിക്കുക, പിന്നെ നിഷേധിക്കുക, നിഷേധം വർദ്ധിപ്പിക്കുക, മറ്റുള്ളവർ നിഷേധത്തിന് പ്രേരിപ്പിക്കുക, അത്തരം ആളുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും. അള്ളാഹു അവർക്ക് ഒരു കാലത്തും പുറത്തു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താ, പരലോകത്ത് അത്തരം ആളുകൾ ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാം എന്ന ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമായൊരു ആദർശത്തിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. ഇനി അടുത്ത ചോദ്യം, പ്രവാചകന്റെ കാലത്ത് കൊന്നിട്ടുണ്ടോ? ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ആദ്യകാലത്ത് എത്യോപ്യയിലേക്ക് ഹിജറ പോയി. അബൂ സുഫിയാന്റെ മകളായ ഉമ്മു ഹബീബ എന്ന റംല ബീബിയുടെ ഭർത്താവ് അവിടെ എത്തിയപ്പോൾ മദ്യപിക്കാൻ വേണ്ടി ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇയാൾ കൊല ചെയ്യപ്പെടണ്ടേ? അയാൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം. അപ്പം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഒരാൾ കൊല ചെയ്യപ്പെടില്ല. 2, പ്രവാചകന്റെ ആകാശാരോഹണത്തിൻ്റെ ശേഷം, മെഹറാജിൻ്റെ ഇസ്രാഇൻ്റെ ശേഷം പ്രവാചകൻ വന്നു പറഞ്ഞു, ഞാനിങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറം പോയി അള്ളാഹുവിനെയും സ്വർഗ്ഗനരകങ്ങളെയും കണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പോയി. അതിൻ്റെ പേരിൽ അവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ 3-ാം അധ്യായം 21-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹയാത്തു സഹാബയിൽ 4-ാം അധ്യായം 78-ാമത്തെ പേജിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ജൂതഗോത്രം, മദീനയിലൊരു ജൂതഗോത്രം മുഴുവനും ഇസ്ലാം ഉപേക്ഷിച്ച് പോയി. ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാം ഉപേക്ഷിച്ച് പോയി. ഇത് സൂറത്ത് ആലി ഇമ്രാൻ 71 മുതൽ 73 വരെ. വമൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു, അതല്ല മറ്റൊരായത്ത്. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, പക്ഷെ ഇവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇനി ശിക്ഷിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രവാചക ജീവിതത്തിൽ. അതായത് ഉഖലുറൈന എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നു. പ്രവാചകൻ അവർക്കൊരു ഒട്ടകം സമ്മാനമായി നൽകി, നിങ്ങൾ ഇത് ഉപയോഗിച്ച് ജീവിച്ചോളൂ, ഒട്ടകപ്പാല് കറന്ന് അതിൻ്റെ മുകളിൽ യാത്ര ചെയ്തു അല്ല കച്ചവടം ചെയ്ത് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അവർ ഇസ്ലാം ഉപേക്ഷിച്ചു. അവർ ഈ ഒട്ടകത്തെ കൊന്നു, അറുത്തു തിന്നു, സായുധ കവർച്ച നടത്തി. ഇതിൻ്റെ പേരിൽ അവർ കൊല ചെയ്യപ്പെട്ടത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് 233-ാമത്തെ ഹദീസാണ്. ഇതിൻ്റെ ഷറഹിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സായുധ കവർച്ച നടത്തി അക്രമമുണ്ടാക്കിയതിൻ്റെ പേരിലാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്ന്. ഇനി ഉമർ, ഇത് പലർക്കും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഒരുപാട് പേർക്ക് സംശയമുള്ള ഏരിയയാണ്. അങ്ങനെ ഒരാൾ ഇസ്ലാം നിന്ന് പുറത്തുപോയി കൊല്ലണോ എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് ആളുകൾ കൊഴിഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പ്രശ്നമാക്കുന്നില്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ അയച്ചു. അപ്പോൾ സൈന്യം പോകുന്ന വഴിക്ക് കുറേ ആളുകൾ വിശ്വാസവഞ്ചന കാണിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സൈന്യവുമായി ബന്ധപ്പെട്ട നിയമം നമുക്കറിയാലോ, കോർട്ട് മാർഷലൊക്കെ പട്ടാളക്കാർക്ക് പ്രത്യേക നിയമമാണ്. അപ്പോൾ അവരെ കൊല ചെയ്തു. തിരിച്ച് ഉമർ എന്നവർ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു,
നിങ്ങൾ എന്തുകൊണ്ട് അവരെ കൊന്നു? അവരെ സമാധാനത്തിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ? ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും പശ്ചാത്തപിക്കാൻ അവസരം നൽകുകയും അതുവരെ അവരെ ഒരു തുറങ്കിലടച്ച് അവർക്ക് മാന്യമായി ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഹദീസും ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബുഖാറ എന്ന് പറയുന്ന നാട്ടിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഹിജ്റ AD 720 അവിടെ കുറേ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ അവർക്ക് മുൻപ് അവർ ഏതു മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ആ മതത്തിന് എന്ത് സ്വാതന്ത്ര്യവും എന്ത് അവകാശവും പ്രൊട്ടക്റ്റഡ് മൈനോറിറ്റി ആയിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതേ അവകാശം ഇവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ മുർത്തദിനെയും കൊല്ലേണ്ടതില്ല എന്നല്ലേ. ഇനി അതുപോലെ തന്നെ ബുഖാറ എന്ന് പറയുന്ന നാട്ടിൽ 673-74 ഇസ്ലാമിക സൈന്യം കടന്നു ചെല്ലുന്നത്. സൈന്യത്തെ കണ്ട് കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. സൈന്യം പിൻവലിഞ്ഞപ്പോൾ അവരൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചു. പക്ഷെ അവിടുത്തെ ഭരണാധികാരി ഒരിക്കലും അവരെ കൊല ചെയ്തില്ല. കാരണം എന്താ? നിർബന്ധിച്ച് ഒരാൾ സൈന്യത്തെ പ്രേരണയിലാണ് ഇസ്ലാമിലേക്ക് വന്നത്. മാത്രമല്ല ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെടണം എന്ന് അവരാരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അലി റളിയല്ലാഹു അൻഹു മുസ്തവറിദ് എന്ന ഒരാളെ ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കൊന്നിട്ടുണ്ട്. അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിനെതിരെ മതനിന്ദാ കുറ്റം ചുമത്തുന്നത് തെറ്റല്ലേ? അതിൻ്റെ അർത്ഥത്തിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 60 പേരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മംലൂക്കുകളുടെ ഭരണകാലത്താണ്. 1260 മുതൽ 1517 വരെയുള്ള 360 വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് 360 വർഷം കൊണ്ട് 60 പേർ. അതിൽ നിന്ന് തന്നെ മനസ്സിലായി കേവലം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിലല്ല അങ്ങനെ സംഭവിച്ചത് എന്ന്. ഇനി കർമ്മശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് സാമൂഹിക ക്രമത്തെ ബാധിക്കുമ്പോഴാണ് ഈ കൊലക്കുറ്റം ചാർത്തേണ്ടി വരുന്നത്. അങ്ങനെ കൊലക്കുറ്റം ചാർത്തേണ്ടി വരുന്ന സമയത്ത് എങ്ങനെ കൊല്ലണം എന്നുള്ളത് കർമ്മശാസ്ത്രത്തിൽ കൃത്യമായി പറയണം. എങ്ങനെ ഒരു കർമ്മം ചെയ്യണം എന്നുള്ളത് പറയേണ്ടത് കർമ്മശാസ്ത്രത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. ഒന്നാമത്തേത് പരസ്യമായി അവൻ പ്രഖ്യാപിക്കണം. ഒരാൾ രഹസ്യമായി ഇസ്ലാം ഉപേക്ഷിച്ചു, അത് ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം. 2 സാക്ഷികളിലൂടെ ബലപ്പെട്ടാൽ മാത്രമേ അത് പരസ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ഇസ്ലാമിക പക്ഷമാണ്. അപ്പോൾ രഹസ്യമായി ഇൻറ്റേർണൽ അപ്പോസ്റ്റസി ഈസ് നോട്ട് എ പണിഷബിൾ ഒഫൻസ്. ഒരാൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാം ഉപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇസ്ലാം ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. ഇന്നും സൗദിയിൽ ഒരുപാട് എത്തിയസ്റ്റുകളുണ്ട്, അവരൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ ഒരു മുസ്ലിം രാജ്യത്ത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവിടുത്തെ നിലവിലുള്ള സാമൂഹിക ക്രമത്തെ അത് പ്രതികൂലമായി ബാധിക്കുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്. പല ഫുഖഹാക്കളും ഇത് രേഖപ്പെടുത്തിയത് കലാപത്തെ അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി അതുപോലെ അങ്ങനെ ഒരാൾ പരസ്യമായിട്ട് ഇസ്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്നാമത്തേത് അവരെ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം, പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കണം. അതിനവർക്ക് അവസരം കൊടുക്കണം. എന്തെങ്കിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയെ മാറ്റണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളുടെ ശേഷമാണ് നേരത്തെ പറഞ്ഞ സാമൂഹിക ക്രമത്തെ ബാധിക്കുമെന്ന് വരുമ്പോൾ അവർക്ക് ശിക്ഷിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഹനഫി പ്രവാചകൻ പക്ഷേ സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കൊല്ലുന്നത് ക്രൂരമായി എങ്ങനെ കൊല്ലണം എന്നൊക്കെ ഫത്വൽ മൊയ്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. കഴുത്ത് വെട്ടണമെന്ന് തന്നെയാണ്. ഞാൻ ഒരിക്കലും വിശദീകരിച്ചതാണ്. ഒരാളെ കൊല്ലുന്നുവെങ്കിൽ ഏറ്റവും വേദന കുറഞ്ഞ രീതിയിൽ കൊല്ലണം എന്നുള്ളതാണ്. ഒറ്റ വെട്ടിന് ഒരാളെ കഴുത്ത് വെട്ടി കൊല്ലുമ്പോൾ നമുക്ക് ക്രൂരമായി തോന്നും. പക്ഷെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാൾ വേദന കുറവാണ് ആ ശിക്ഷാ രീതിയിൽ എന്നുള്ളത് തന്നെയാണല്ലോ. ഇന്നും അറുക്കുകയാണ് നമ്മൾ മൃഗങ്ങളെ ചെയ്യാറുള്ളത് അല്ലേ? കാരണം എന്താ? ഏറ്റവും വേദന കുറഞ്ഞ രീതിയിലാകട്ടെ എന്നർത്ഥത്തിൽ. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ഈ വധശിക്ഷ ഇല്ല. അപ്പോൾ ഇമാം ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്. ഓക്കെ, ഇന്ന് ലോകത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ, ഏകദേശം ഒരു 60ഓളം രജിസ്റ്റേർഡ് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയൊക്കെ മതനിന്ദ കുറ്റമാണോ? കുറ്റമാണ്. എന്നാൽ എല്ലാവരും കൊല ചെയ്യപ്പെടുന്നുണ്ടോ? 25 രാജ്യത്താണ് മതം ഉപേക്ഷിക്കൽ കുറ്റകരമായിട്ടുള്ളത്. ബാക്കിയുള്ള 10-35 രാജ്യങ്ങളിൽ കുറ്റകരമല്ല. ഈ 25 രാജ്യങ്ങളിൽ 12 രാജ്യത്തിൽ മാത്രമാണ് കൊലക്കുറ്റമുള്ളത്. ഓക്കെ, 12 രാജ്യത്ത് മാത്രമാണ് കൊലക്കുറ്റമുള്ളത്. എന്നാൽ 1986 മുതൽ 2010 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ, 2016 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 4 പേര് മാത്രമാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 രാജ്യങ്ങളിൽ 4 പേർ, സൗദിയിൽ 2 പേര്, സുഡാനിൽ ഒരാൾ, പിന്നെ ഇറാനിലാണെന്ന് തോന്നുന്നു ഒരാൾ. അതിൻ്റെ അർത്ഥം എന്താ? 4 പേര് മാത്രമാണോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുള്ളത്? അല്ല. അതൊരു സാമൂഹിക ക്രമത്തെ ബാധിക്കുമ്പോൾ മാത്രമാണ് ശിക്ഷിക്കേണ്ടതെന്ന് അവർക്കറിയാം. പക്ഷെ ഗ്രന്ഥത്തിൽ എല്ലാ സ്ഥലത്തും പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും അത് പരാമർശ വിധേയമാക്കാതെ പോകുന്നത്.
അപ്പോൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഉള്ള കാര്യം ഞാൻ പറഞ്ഞ 6 പോയിന്റാണ് ഞാൻ വിശദീകരിച്ചത്. ഈ 6 കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഗ്രന്ഥത്തിൽ, ഭരണഘടനയിൽ അവർ ഞങ്ങൾ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയും, എന്നാൽ ഇസ്ലാമിക ഭരണഘടനകളിൽ ഞങ്ങൾ കെയ്റോ ഡിക്ലറേഷനെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ് ഈ മനുഷ്യാവകാശ ധ്വംസനം അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ലോകത്താകെ 4 പേർ അങ്ങനെ കൊല ചെയ്യപ്പെട്ടുള്ളത്. ഇത് വിക്കിപീഡിയയിലുള്ളതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഫൈസൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണി നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ ആയിരക്കണക്കിനുണ്ടാകും. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ കേവലം 4 ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഇവിടെ ചേകനൂർ മൗലവി കൊല ചെയ്യപ്പെടുമോ എന്നതാണ്. ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഇവിടെ രാമസിംഹൻ കൊല ചെയ്യപ്പെടുമോ, ഉണ്ണീൻ ഹാജി എന്ന രാമസിംഹൻ കൊല ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പലതും നടക്കില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ ഒരുപാട് പോസിറ്റീവായ ഭാഗങ്ങളുണ്ട്. കേട്ടാൽ നമുക്ക് ചക്കരക്കട്ട എന്ന് തോന്നുന്ന ഒരുപാട് ഭാഗങ്ങൾ. ഇത് എവിടെ നിന്ന് അവർക്ക് കിട്ടി? ഈ ആശയത്തിലേക്ക് എങ്ങനെയാണ് ലോകം എത്തിപ്പെട്ടത്? കേവലം 50-60 വർഷങ്ങൾക്ക് മുമ്പ് 72 വർഷം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഏടിൽ ഇത് വരാനുള്ള സാമൂഹ്യ അവസ്ഥ എങ്ങനെ ലോകത്തുണ്ടായി എന്ന് പഠിക്കണ്ടേ? ഒന്നാമത്തേത് തുല്യനീതി വേണം. കൊലപാതകിയാണെങ്കിലും അയാൾക്ക് വിചാരണയ്ക്ക് അവസരം വേണം. കോടതി, നീതിമാനായ ഒരു കോടതിയുടെ സംവിധാനം ആവശ്യം. ഇതെവിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കപ്പെട്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ 4-ാം അധ്യായം 105 മുതൽ 114 വരെയുള്ള 10 വചനങ്ങൾ പറയുന്നത് എന്താ? ഒരു മുസ്ലിം ഒരു മോഷണം നടത്തി യുദ്ധസമയത്ത്, എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അതൊരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. തെളിവ് തൊണ്ട് മുതൽ കിട്ടിയത് ജൂതൻ്റെ വീട്ടിലാണ്. പ്രവാചകൻ ജൂതനെ ശിക്ഷയ്ക്ക് വിധിച്ചു. വിശുദ്ധ ഖുർആൻ 10 വചനം ഇറക്കി. അത് ഇന്ന മുസ്ലിം, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്ന ആളാണ് അത് ചെയ്തത് എന്ന അർത്ഥത്തിൽ. എന്നിട്ട് ആ ജൂതനെ വെറുതെ വിടണം എന്ന് പറഞ്ഞ വിശുദ്ധ വേദഗ്രന്ഥമാണ്. നിസ്കരിക്കണം എന്ന് പറഞ്ഞ അവിടുത്തെ 5 എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഖുർആൻ. പിശുക്കി, അല്ലെങ്കിൽ ഒരു ചേകനൂർ മൗലവി ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് മറ്റു ഭാഗങ്ങളിൽ അതിൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 5 എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പിശുക്കിയ ഒരു വേദഗ്രന്ഥം ഒരു കാലത്ത് നടന്ന ഒരു ജൂതന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ 10 വചനങ്ങൾ ഇറക്കപ്പെട്ടുവെങ്കിൽ, ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടേണ്ട വേദഗ്രന്ഥത്തിൽ 10 വചനങ്ങൾ ഇറക്കപ്പെട്ടുവെങ്കിൽ എത്രമാത്രമാണ് നീതിക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത്? ഇസ്ലാം നീതിയുടെ മതമാണ്. ലിയഖൂമന്നാസ ബിൽ ഖിസ്ത് അല്ലാ തഅ്ദിലു ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള ദേഷ്യം പോലും വൈരാഗ്യം പോലും നിങ്ങളെ നീതി ചെയ്യുന്നതിൽ നിന്ന് പിന്മാറ്റരുതേ എന്ന് നിരന്തരം സൂറത്തുൽ മാഇദ 2, 8 ഇങ്ങനെ പറയുന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അംർ ഇബ്നു ആസ് എന്ന ഈജിപ്തിലെ ഗവർണറുടെ മകൻ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു കോപ്റ്റിക് അടിമയുമായി ബന്ധപ്പെട്ട് ഒരു നീതി നിഷേധം നടത്തി ഖലീഫയ്ക്ക് കത്തെഴുതി. ഈജിപ്തിൽ നിന്നും മദീനയിലേക്ക് ഇയാൾ നേരിട്ട് വന്നു. ഖലീഫ കത്തെഴുതി, ഗവർണറും മകനും നേരിട്ട് വരിക, മദീനയിലേക്ക് വരിക. അവർ വന്നു. ഇയാളെ കൊണ്ട് തിരിച്ച് ശിക്ഷ അടിപ്പിച്ചു. കാരണം അംർ ഇബ്നു ആസിൻ്റെ മകൻ ഇയാളെ അടിച്ചിട്ടുണ്ട്. തിരിച്ച് 2 പേരെയും അടിപ്പിച്ചു. അങ്ങനെ ഇയാളുടെ പക്ഷത്ത് നിലനിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ജൂതന് വിധിച്ചിട്ടില്ലേ ഇസ്ലാമിക ലോകത്ത്? അങ്ങനെ നീതിയുടെ ഭാഗത്ത് മതം നോക്കരുതേ, ജാതി നോക്കരുതേ എന്നത് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ദർശനമാണ് ഇസ്ലാം. അതിൻ്റെ ഖലീഫമാരാണ് ഇസ്ലാമിക ലോകത്ത് ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടി ഞാൻ എടുത്തുദ്ധരിക്കുന്നു. മറ്റൊന്ന്, ഈ അടുത്താണ് 2018 തോന്നുന്നു, സൗദിയിൽ ഒരു ഹിന്ദു സഹോദരൻ, മലയാളിയാണ്, തൻ്റെ അമ്മയെ ചികിത്സാർത്ഥം കൊണ്ടുപോയി. അങ്ങനെ പൈസ ഇല്ലാതെ, വിസയുടെ കാലാവധി കഴിഞ്ഞു, കുറ്റകരമാണ്, ജയിൽ ശിക്ഷ അനുഭവിക്കണം, ഫൈൻ അടയ്ക്കണം, എങ്കിലേ തിരിച്ചു വരുള്ളൂ. പക്ഷേ ഇയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഖുർആൻ അനുസരിച്ച് വിധിക്കുന്ന സൗദി കോടതി വിധിച്ചു, അമ്മയ്ക്ക് വേണ്ടിയല്ലേ നീ അത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ശിക്ഷയില്ല, നിനക്ക് ഫൈൻ അടയ്ക്കണ്ട, നിന്നെ ഫ്രീ ആയി ഞങ്ങൾ നാട്ടിലെത്തിക്കാം എന്ന വലിയ കാരുണ്യം ലോകത്തോട് കാണിച്ച തുല്യതയില്ലാത്ത ഒരു ഭരണം സൗദിയിൽ നിന്ന് നിലനിന്ന് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഖുർആൻ്റെ പ്രചോദനമാണ് എന്ന് വിമർശകർ മറന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മറ്റൊന്ന്, അടിമത്തം ലോകത്ത് പാടില്ല. 1948 പ്രഖ്യാപിക്കാം. ഇസ്ലാം എന്ന് അടിമത്തത്തിനെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു. അതിനെ ശാസ്ത്രീയമായി അടിമത്തത്തെയും വർണ്ണവിവേചനം ലോകത്ത് നമുക്കറിയാം. സൗത്ത് ആഫ്രിക്ക എന്ന ക്രിക്കറ്റ് ടീം പോലും ഒരുപാട് വർഷം ക്രിക്കറ്റ് കളിക്കാൻ കഴിയാതിരുന്നു, അവിടെയുള്ള വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധം കാരണം. അവിടെയാണ് മനുഷ്യർ ഒന്നാണ്. സൂറത്ത് ഹുജറാത്ത് 13, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടമായിട്ടുള്ളത്. നിങ്ങൾക്കിടയിലുള്ള വർണ്ണവർഗ വൈജാത്യങ്ങളൊന്നും സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവയ്ക്ക് യാതൊരു കഥയുമില്ല. അള്ളാഹുവിങ്കിൽ മാനദണ്ഡം നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നു എന്നതിന് മാത്രമാണ്, നിങ്ങളുടെ ഹൃദയത്തിന് മാത്രമാണ് എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥമാണ് ലോകത്താദ്യമായി മാനവൈക്യത്തിന്
ഉള്ള പ്രഖ്യാപനം നടത്തിയത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തോളം വരില്ല മറ്റൊന്നും എന്നതുകൂടി ഞാനിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. അടിമത്തത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു ലൈവ് ചെയ്തതുകൊണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പെട്ടെന്ന് സമയം ഒരുപാട് പോയി, പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകണം. മറ്റുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കുക, ഇത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ 27 അതായത് 24 അധ്യായം 27 വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. നിങ്ങൾ മറ്റൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ അനുവാദമില്ലാതെ അവർ നിങ്ങൾ കടന്നോ എന്ന് അനുവാദം തരുന്നതിൻ്റെ മുൻപ് പ്രവേശിക്കരുതേ, അതിൻ്റെ മുമ്പ് ആ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കരുതേ, അവർ പുറത്തു വന്നില്ലെങ്കിൽ ജനലിലൂടെ ഒളിഞ്ഞു നോക്കരുതേ. പ്രവാചകൻ്റെ ഹദീസ് ഉണ്ടല്ലോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2257 ആ ഹദീസ്. അതുപോലെ അദബുൽ മുഫ്രദിൽ 410 ഹദീസാണ്. ഒളിഞ്ഞു നോക്കുന്നതിനെ കുറ്റകരമായിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ അവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക എന്ന് പ്രവാചകൻ അനുമതി നൽകിയിട്ടുണ്ട്. കണ്ണ് കുത്തിപ്പൊട്ടിക്കാനല്ല, മറിച്ച് അതിൻ്റെ ഗൗരവം ബോധിപ്പിക്കാൻ. അതുപോലെ ചൂഴ്ന്നന്വേഷണം പാടില്ല എന്നുള്ളത്. നമ്മൾ എന്താണ് ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് ചൂഴ്ന്നന്വേഷിക്കാൻ പണം കൊടുത്ത് പോരാളികൾ ഏർപ്പെടുത്തുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്ത് 12 വചനം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. തീർച്ചയായും നിങ്ങളുടെ ഊഹാപോഹങ്ങളൊക്കെ ഉപേക്ഷിക്കുക. പലതും തെറ്റാണ് കേട്ടോ, നിങ്ങൾ ഊഹിച്ചുണ്ടാക്കുന്ന പലതും തെറ്റാണ്. ഒരുപാട് ന്യൂസ് ചാനലുകൾ, പ്രത്യേകിച്ച് വെൽ റെപ്യൂട്ടഡ് അല്ലാത്ത ന്യൂസ് ചാനലുകളൊക്കെ ഇങ്ങനെ ഊഹങ്ങളും ഗോസിപ്പുകളുമായിട്ട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നന്വേഷണം നടത്തരുത്, നിങ്ങൾ ഊഹിക്കരുത്, ചൂഴ്ന്നന്വേഷണം നടത്തരുത്. ഇങ്ങനെ മറ്റൊരുത്തൻ്റെ സ്വകാര്യതയെ ബഹുമാനിച്ച് ഒരു ദർശനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പോരെ ഇസ്ലാമിന് ഇക്കാര്യത്തിൽ വിമർശിക്കേണ്ടത് എന്നുണർത്താൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ, തൊഴിലാളികൾക്ക് കൂലി നൽകുക. ആരാണ് ആദ്യം പറഞ്ഞത്? അള്ളാഹു പറയുന്നു, 3 ആളുകൾ അന്ത്യനാളിൽ എൻ്റെ ശത്രുക്കളാണ്. അതിൽ ഒരു വിഭാഗം അള്ളാഹു എണ്ണിയത് തൊഴിലാളിക്ക് കൂലി നൽകാത്തവനാണ്. ഇമാം ബുഖാരി 2227 ഹദീസിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിയർപ്പ് വറ്റും മുമ്പ് തൊഴിലാളിക്ക് നിങ്ങൾ കൂലി നൽകണേ എന്ന് പ്രവാചകന്റെ വചനം. ഇബ്നു മാജ 2443. ഇതല്ലേ ലോകത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ അവകാശം നൽകിയ ഒരു മതത്തിൻ്റെ പ്രഖ്യാപനം. ഇനി സ്വത്തവകാശം, ഇസ്ലാമിൽ സ്വത്തവകാശം, സ്ത്രീകൾക്ക് വിവേചനമുണ്ട്. ഇസ്ലാമിലെ സ്ത്രീ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. വിവേചനമാണോ നീതിയാണോ തുല്യതയാണോ എന്ന കാര്യം അവിടെ വിശദമായിട്ട് നമുക്ക് സമർത്ഥിക്കാം. ഇവിടെ ഞാൻ പറയുന്നത്, ലോകത്താദ്യമായിട്ട് സ്ത്രീക്ക് സ്വത്തവകാശം നൽകിയത് മതമേതാ? ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക്, മകൾക്ക്, മാതാവിന്, സഹോദരിക്ക് സ്വത്തിൽ അനന്തരം നൽകിയ മതമേതാ? ഇസ്ലാമല്ലേ. ഇന്ത്യയിൽ മറ്റു മതത്തിൽപ്പെട്ടവരുടെ സ്ത്രീകൾക്ക് സ്വത്താവകാശം നൽകിയത് 100 വർഷത്തിൻ്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അവിടെയാണ് ഇസ്ലാം ഇവർക്ക് വർഷങ്ങൾക്ക് മുൻപ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്താദ്യമായി സ്ത്രീക്ക് സ്വത്താവകാശം നൽകുന്നത്. സഹായനിധി ഏർപ്പെടുത്തി മറ്റു രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക്, ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, മാതൃ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷനുമായി ബന്ധപ്പെട്ട് സഹായനിധികൾ ഏർപ്പെടുത്തണം എന്ന് ഈ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ ആദ്യമായിട്ട് വാർദ്ധക്യ പെൻഷൻ നടപ്പിലാക്കിയത്. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ യാചിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ യൗവനകാലത്ത് ഇസ്ലാമിക ഗവൺമെൻറ്റിന് ടാക്സ് തന്ന് ജീവിക്കുകയും വാർദ്ധക്യകാലത്ത് തെണ്ടാൻ വിടുകയും ചെയ്യുന്നത് എനിക്ക് യോജ്യമല്ല. അതുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്ന്, ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവന മൂല്യം നൽകാം എന്ന് പറഞ്ഞ് വാർദ്ധക്യ പെൻഷൻ നടപ്പിലാക്കിയ, ക്ഷാമങ്ങളുള്ള സമയത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ, പകർച്ചവ്യാധികളുള്ള സമയത്ത് അതിനെ എങ്ങനെ നേരിടണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു ഭരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മാത്രമല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടും ഉദാഹരണങ്ങൾ നിരവധിയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ മറ്റൊന്ന്, കലാസാഹിത്യം, ശാസ്ത്രം, പുരോഗതി, വിദ്യാഭ്യാസം. എവിടെയാണ് അബ്ബാസികളുടെ കാലത്തെ, ഇസ്ലാമിലെ സുവർണ്ണകാലത്തെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാൻ ഐ റെക്കമെൻഡ് യു ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് ഏരിയ. കാരണം ഈ ലോകത്ത് ഇന്നത്തെ സയൻസിൻ്റെ, ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമെന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്തുണ്ടായ ആ വൈജ്ഞാനിക പുരോഗതിയിൽ നിന്നാണ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും പോയി അവിടുത്തെ ഗ്രന്ഥങ്ങളെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബഗ്ദാദിലെയും അതുപോലെ തന്നെ സ്പെയിനിലെ കൊർഡോവയിലെയും യൂണിവേഴ്സിറ്റികളിൽ ശേഖരിച്ചു വെച്ചതാണ്. പിന്നീട് താർത്താരികൾ ബഗ്ദാദിലെ തകർത്തു. പക്ഷേ സ്പെയിൻ കീഴടക്കിയ ശേഷം യൂറോപ്യന്മാർക്ക് അവിടുത്തെ ഗ്രന്ഥശാലകളിൽ നിന്നും ഈ അറിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാവുന്നത് വരെ. എന്തിന്? ലോകത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ നയിച്ച കണ്ടുപിടുത്തത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടത് സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം. അല്ലെങ്കിൽ ലോകം ഇന്ന് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഈ സ്റ്റീം എഞ്ചിൻ്റെ പിന്നിലുള്ള റോട്ടറി മോഷൻ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ആദ്യമായിട്ട് ആ മെക്കാനിസം കണ്ടുപിടിച്ചത് അൽ ജാസിരി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനാണ്.
ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് ആ ഭാഗം മാത്രം എടുത്തിട്ടത്. ഇബ്നു ഹൈസമിനെ പോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത്, ജാബിർ ഇബ്നു ഹയ്യാനെ പോലെ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കരുത്. ഇതാണ് അവസാനമായിട്ട് എവിടെ പറയുന്നത്. അവസാനമായിട്ട് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തരുത്. ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ വാക്കിംഗ് സ്റ്റിക്ക് വീശാൻ നിങ്ങൾക്ക് അന്യൻ്റെ മൂക്കിൻ്റെ തുമ്പത്തെത്തും വരെ എന്ന് പറഞ്ഞതുപോലെ ഇത് തന്നെയല്ലേ പറയുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒന്നും ഉപയോഗപ്പെടുത്തരുത്. അവിടെയാണ് മതനിന്ദ കുറ്റകരമാകുന്നത് എന്ന കാര്യം വളരെ എന്താ പറയുക ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഇസ്ലാമിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇസ്ലാമിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ? അതിനുമുമ്പ് ജനാധിപത്യം എന്താണെന്ന് പറയട്ടെ. ജനാധിപത്യം എന്താ? ഭൂരിപക്ഷം ആളുകൾ പാസ്സാക്കുന്ന നിയമം പാർലമെൻറ്റിൽ നിയമമാവുക. അതാണോ ഇത്ര വലിയ മൂല്യമായിട്ട് പരിഗണിക്കപ്പെടുന്നത്? അതിനേക്കാൾ നല്ലത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഏകാധിപത്യത്തെക്കാൾ നല്ലത്, അത്രേ ഉള്ളൂ ജനാധിപത്യം. ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ പരസ്പര സമ്മതത്തോടെ കൂടെയുള്ള ശാരീരിക ബന്ധത്തെ അനുവദനീയമാക്കി, ഹോമോസെക്ഷാലിറ്റി അനുവദനീയമാക്കി തുടങ്ങി ധാരാളം നിയമങ്ങൾ എന്താ പറയുക പാസ്സാക്കി. അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കി. ഇതാരാ പാസ്സാക്കുന്നത്? ഭൂരിപക്ഷം സഭയിലുള്ള ആളുകൾ പറയുന്നത് നിയമമായി മാറി. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നോ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കും ഒരു ജനാധിപത്യ രാജ്യം. തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഇനി മുസ്ലിം രാഷ്ട്രങ്ങളിലൊന്നും ജനാധിപത്യം ഇല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ മൂന്നാമത്തെ രാജ്യം മലേഷ്യയാണ്. ഓക്കെ, അതുപോലെ 65% നിങ്ങൾ ഈ രാജ്യം ഭരിക്കരുത് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത BJP ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ വലിയൊരു വെല്ലുവിളി, വലിയൊരു പ്രതിസന്ധിയാണിത്. കാരണം ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കാത്തവർ ഭൂരിപക്ഷത്തെ ഭരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അസാംഗത്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത് അത്ര വലിയ നല്ല സാധനമല്ല, പക്ഷേ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതെന്നേ പറയാനുള്ളൂ. ഇനി ഇസ്ലാമിലെ ഭരണ സംവിധാനം എന്താ? ഏകാധിപത്യം തന്നെയാണ്. പക്ഷേ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിലൂടെയാണ്. ബൈഅത്ത് എന്ന് പറയും. ആളുകൾ, ചില യോഗ്യതയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഖലീഫയായി മാറേണ്ടത്. ആർക്കും സ്വയം, ഇപ്പോൾ അബൂബക്കർ ബഗ്ദാദിയൊക്കെ പറയുന്നത് എന്താ? സ്വയം ഞാൻ ഖലീഫയായി എന്ന് പറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇസ്ലാമിക ലോകത്ത് അതിന് കൃത്യമായ നിബന്ധനകളുണ്ട്. ഒരു രാജ്യത്തെ ജനങ്ങളാണ് അയാൾ ഖലീഫയായി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി കുടുംബവാഴ്ച ഇസ്ലാമിന് അന്യമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം തൊട്ട് അമവി, അബ്ബാസി, അതുപോലെ ഉസ്മാനി, ഫാത്തിമി, സൽജൂക്കി തുടങ്ങി പുക വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം കുടുംബവാഴ്ചകൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിനെതിരാണ്. സത്യത്തിൽ യസീദ് ഇബ്നു മുആവിയ ഭരണമേറ്റപ്പോൾ സഹാബികളാണ് പലപ്പോഴും അതിനെ എതിർത്തത്. ഇത് കുടുംബവാഴ്ചയാവാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിൽ. അപ്പോൾ കുടുംബവാഴ്ചയ്ക്കെതിരാണ് ഇസ്ലാം. രാജഭരണ ഇന്നത്തെ സൗദിയിലുള്ള ഭരണവ്യവസ്ഥയ്ക്ക് ഇസ്ലാം എതിരാണ്. അവിടെ ബൈഅത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടവനാണ് നാട് ഭരിക്കേണ്ടിടത്ത് എന്നാണ് ഇസ്ലാം. പക്ഷെ പല രാജ്യങ്ങളും അധികാരത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ മതമൊക്കെ സൈഡാവും എന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ ലോകത്ത് നടക്കുന്നത്. ഇനി ഇസ്ലാമിക രാജ്യത്തെ ഖലീഫയുടെ അവസ്ഥ എന്താ? ജനങ്ങൾ ഏത് സമയവും ചോദ്യം ചെയ്യപ്പെടാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. എത്രത്തോളം എന്നാൽ ഖലീഫ ഉമർ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഉമറിനെ തന്നെ പറയുന്നത്? 12 വർഷം ഭരിച്ച ഒരു ഭരണാധികാരിയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഉദാഹരണമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സലാഹുദ്ദീൻ അയ്യൂബിയെ, ഹാറൂൺ റഷീദിനെ, ഇബ്നു അബ്ദുൽ അസീസിനെ, പക്ഷേ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുത്ബ ഓതുകയാണ്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക. അപ്പോൾ കുപ്പായത്തിൻ്റെ തുണിയുടെ നീളം അല്പം കൂടി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് പാടില്ല, ജനങ്ങളുടെ സമ്പത്തിൽ നിന്നാണ് താങ്കൾ ഇത് ചെയ്തത്. ലക്ഷത്തിൻ്റെ കോട്ട് ധരിക്കുന്ന പ്രധാനമന്ത്രിയുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഒരു അണിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന ഒരു ഭരണകാലം അത് നടന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ പലർക്കും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഉമർ എന്നവർ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ ഭരണം? അനുയായികൾ പറഞ്ഞു, അങ്ങാടിയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് വാള് കാണിച്ചു കൊടുത്തു. അങ്ങാടിയിൽ ഈ സാധനം കിട്ടുന്നിടത്തോളം കാലം ഉമർ എൻ്റെ ഭരണം മോശമാവില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഭരണം മോശമായി, ഈ സാധനം ഞങ്ങൾ എടുക്കും, അങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങനെ പറയാനൊരു ധൈര്യം ഒരണിക്ക് നൽകിയെങ്കിൽ ആ ഭരണത്തിൻ്റെ പേരാണ് ഇസ്ലാമിക ഭരണം എന്നുള്ളത്. ഒരുപാട് ഉദാഹരണം. എൻ്റെ ഭരണത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കൂ എന്ന് സൽമാൻ ഫാരിസിയോടാണെന്ന് തോന്നുന്നു റളിയല്ലാഹു അൻഹു ഉമർ ചോദിച്ച സമയത്ത് പറഞ്ഞു, 2 വസ്ത്രം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കേട്ടു, ഒന്ന് പോരെ? നിങ്ങൾ 2 കറി കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ഞാൻ കേട്ടു. ഒന്ന് സുർക്കയാണ്, ഒന്ന് തേനാണ്, അതാണ് കറി. ഒന്ന് പോരെ? ബൈത്തുൽ മാലിൽ നിന്നല്ലേ, ജനങ്ങളുടെ സമ്പത്തിൽ നിന്നല്ലേ ഇത് ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഖലീഫയെ തിരുത്തുന്നോടത്താണ് ഇസ്ലാമിക ഭരണം എന്നുള്ളത് വിമർശകരെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖലീഫയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുന്നതിന് ഏറ്റവും വലിയ ജിഹാദായിട്ട് പ്രഖ്യാപിച്ച മതമല്ലേ ഇസ്ലാം? കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, എന്താണ് അത്? വലിയ പുണ്യമാണ് എന്ന് പറയുന്നിടത്താണ് ഇസ്ലാം.
ഇനി മറ്റൊരു ചോദ്യം വന്നത് മറ്റു മതങ്ങളുടെയൊക്കെ സ്വത്വബോധത്തെ തകർത്തിട്ടല്ലേ ഇസ്ലാം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇസ്ലാമിൻ്റെ സ്വത്വബോധത്തെ ക്രിസ്ത്യാനിറ്റി തകർത്തിട്ടില്ല. മുൻപ് വന്നതാണെങ്കിൽ കൂടി ഇനി ലോകത്ത് പുതിയൊരു മതം വരികയാണ്, അതിനെ ഇസ്ലാം എതിർക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തുകൊണ്ടാണ് അഹമ്മദിയാക്കൾ പീഡിപ്പിക്കപ്പെടുന്നത്? അഹമ്മദിയാക്കൾ ഞങ്ങൾ ഇസ്ലാമാണ് എന്ന് പറയുന്ന ആളുകളാണ്. മുസ്ലിമാണെന്ന് പറയുകയും പ്രവാചകൻ്റെ അന്ത്യപ്രവാചകത്വത്തെ നിഷേധിക്കുകയും ഞാൻ പ്രവാചകൻ്റെ ശേഷം മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഒരു പ്രവാചകനാണ് എന്ന് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുകയും ചെയ്ത് ഇസ്ലാമിൻ്റെ പ്രമാണത്തിനെ എതിർക്കുകയും ഇസ്ലാമിനെ നിന്ദിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ അഹമ്മദിയാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മതനിന്ദാ കുറ്റത്തിന് വിധേയമാകുന്നത്. പക്ഷെ പാകിസ്ഥാനിൽ അവരെ പീഡിപ്പിക്കപ്പെടുന്നതിനോട് പൂർണ്ണമായും ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നില്ല. ഷിയാക്കൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. രാഷ്ട്രീയപരമായ കാരണമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് രാഷ്ട്രീയപരമായ യുദ്ധമാണ്, അല്ലാതെ ഹിന്ദു മുസ്ലിം യുദ്ധമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുമോ? രാഷ്ട്രീയപരമായ കാരണങ്ങൾ, കശ്മീർ വിഷയം അതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ രാഷ്ട്രീയപരമാണ് സുന്നി ഷിയ എന്നുള്ള തർക്കം എന്നുള്ളത്. അതിനെയും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ ഭരണത്തിൽ ഇടപെടാൻ, നിയമം പറയാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞേക്കും, ഇടപെടാൻ സ്വാധീനിക്കാനും പലപ്പോഴും കഴിയാതെ വന്നേക്കും എന്നുള്ളത് അധികാരവും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉപജാപവും തമ്മിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുന്നവർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇനി അടുത്തത് വേറെ ഉള്ളൊരു ചോദ്യം വന്നത് ഇസ്ലാമോഫോബിയ സ്വയം ഉണ്ടാവുന്നതല്ലേ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സാമ്പിളായിട്ടൊരിക്കൽ പറഞ്ഞു, പാമ്പിനെ ആളുകൾ പേടിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ്. എല്ലാവരും പാമ്പ് കടിക്കുന്നത് കണ്ടിട്ടല്ല ആളുകൾ പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇസ്ലാം മുമ്പേ ഉള്ള മതമല്ലേ? ഓക്കെ, പക്ഷേ മുഹമ്മദ് നബിയുടെ ഇസ്ലാമാണ് ഇവിടെ എപ്പോഴും ഇസ്ലാം എന്ന അർത്ഥത്തിൽ വിമർശകർ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ 1400 വർഷം മുമ്പ് പൂർണ്ണമാക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇസ്ലാം ഉണ്ട്, ആദ്യ പ്രവാചകൻ്റെ മതമാണ് ഇസ്ലാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമോഫോബിയ. ഞാൻ ഉദാഹരണം എൻ്റെ നാവിൽ വരുന്നതല്ലേ, തെറ്റുപറ്റും. ടു എറർ ഈസ് ഹ്യൂമൻ, മനുഷ്യന് തെറ്റുപറ്റും. സത്യത്തിൽ പാമ്പ് കടിക്കുന്നത് കൊണ്ടാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് പാമ്പ് കടിക്കുന്ന സാധനമാണ് എന്നത് കണ്ട ആളുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്താ? തീവ്രവാദികൾ എന്ന് പറയുന്ന വളരെ ന്യൂനാൽ വിഭാഗം, ഞാൻ ഒരു വിഷയം ഇസ്ലാമും തീവ്രവാദം എന്ന വിഷയം പ്രസൻറ്റ് ചെയ്തതാണ്, നിങ്ങൾ പലരും കണ്ടവരാണ്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇരകൾ ഇസ്ലാം തന്നെയാണ്. ലോകത്തെ ഏറ്റവും സൈദ്ധാന്തികമായും ശാരീരികമായും സൈനികമായും രാഷ്ട്രീയപരമായും നഷ്ടമുണ്ടായിട്ടുള്ളത് ഇസ്ലാമിനാണ്. അപ്പോൾ അത്തരം ആളുകൾ ചെയ്യുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്നും അതിനെതിരെ തീവ്രവാദത്തിനെതിരെയുള്ള ഭൂരിപക്ഷം ആളുകളുടെ പ്രതികരണങ്ങളെ അനിസ്ലാമികമാണ് എന്നും പറയുകയാണ് നിരീശ്വരവാദികളും ഇത്തരം ആളുകളും ചെയ്യുന്നത്. സത്യത്തിൽ ഇവരുടെ ഉദ്ദേശം തീവ്രവാദം ഇല്ലാതാക്കലാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതരുടെയും മുസ്ലിങ്ങളുടെയും നിലപാടിനൊപ്പമല്ല ഇവർ നിലനിൽക്കേണ്ടത്. പക്ഷേ ഇവരുടെ ഉദ്ദേശം അതല്ല, തീവ്രവാദം ഇവിടെ ഉണ്ടാവണം, ആ പേരിൽ ഇസ്ലാമിനെ ഫോബിയ ആരോപിക്കണം. അപ്പോൾ ഇസ്ലാമോഫോബിയ മീഡിയകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ച് അവർ ആദ്യമായിട്ട് കേൾക്കുന്നത് ഐസിസ്, ഇതാണ് ഇസ്ലാം, ഇതല്ല ഇസ്ലാം എന്ന് പറയുന്നതിനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ വെറുതെ ന്യായീകരിക്കാൻ പറയുക എന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളിക്കളയുന്നൊരവസ്ഥ. അപ്പോൾ ഈ സെലക്റ്റീവ് മീഡിയ ക്രിറ്റിസിസവും സെലക്റ്റീവ് എക്സിബിഷനിസവുമാണ് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യം. ഇത് അജണ്ടയുടെ ഭാഗമാണ് എന്ന കോൺസ്പിറസി തിയറി ഒന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ അതങ്ങനെ ലോകത്ത് സംഭവിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചതുമാണ്.